ഹായ്, വിശേഷം സുഖല്ലേ? 2025 ഒരു മാറ്റം വരാത്തൊരു കാക്കണ്ട കുറ്റിപ്പുറം കാക്ക. കാക്കയുടെ പുതിയ കച്ചവടം കണ്ടി നെട്ടിരിക്കുക ഞാൻ. വേണമെങ്കിൽ ഇങ്ങളും ഒന്ന് നെട്ടിക്കോ. എന്താ കച്ചവടം എന്നല്ലേ? ഇതാ കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തേവലുള്ള ലാ ഫാഷനിസ്റ്റ് എന്ന് പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടന്റ് പാന്റീസ് ബ്രാസ് കിട്ടുന്ന ഒരു കിഡിലൻ ഷോപ്പിലാണ്. അതെ, ഇങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്ക്. ഇതേപോലത്തെ ഒത്തിരി അടിപൊളിയുള്ള ഫോട്ടോഷൂട്ട്. അതെ, അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കൂന്ന്. എല്ലാരും അവന്റെ മാതിരിയാണെന്ന് വിചാരി. ബാക്കി പറ. ചെയ്യാൻ പറ്റുന്ന മോഡസ്റ്റ് വരെയുള്ള ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് കളക്ഷൻസ് കണ്ടു വന്നാലോ? സാധാരണ ദുബായിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ബുഷുപ്ര കൊണ്ടുവരണമല്ലേ. ഇത് ബുഷുപ്ര ഒക്കെ ഒരുപാട് പറയും. ആര് നമ്മളോ? ആരോട് പറയല്ലേ? ഞങ്ങളോട് ആരും പറയില്ല, ഞങ്ങളും ആരോടും പറയില്ല. നിജ ആരോടൊക്കെ പറയേണ്ടത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ട്രെൻഡി കളേഴ്സ് ഇട്ടിട്ട് നാട്ടുകാരെ കാണിച്ചു കിടക്കുന്ന സാധനമാണല്ലോ അപ്പൊ ജി പറയണത്. ഭയങ്കര കളേഴ്സാ. ഏത് കളർ ഇട്ടാലും ഇതെങ്ങനെ എന്റെ മാതിരി പൊക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നാട്ടുകാർക്ക് മുഴുവൻ? വല്ലാത്തൊരു യോഗം തന്നെ ചങ്ങായി എന്റേത്. അനക്ക് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല എന്തെല്ലാം ബിസിനസ് ഈ അള്ളാടെ ദുനിയാവിലുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ പെണ്ണുങ്ങളെ ചെടിയും പൊടിയിടാൻ നടത്തിച്ചിട്ട് ഇജിപ്പൊ ഈ പരസ്യം ചെയ്യണതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. എന്ത് ഇതൊക്കെ ഇട്ടിട്ടാണ് നടക്കുക എന്നുള്ളത് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ ഈ വല ചെടിയൊക്കെ ചെയ്യണല്ലേ, ആ പൂവുള്ള ചെടിയൊക്കെ ചെയ്യണല്ലേ. അങ്ങനെ ഈ ഷെഡ് ഇടുന്ന വെച്ചെങ്കില് ഇജ എന്റേത് പിന്നിക്ക് വലിച്ചു കിട്ടുന്ന റബ്ബർ ബാൻഡും കൂടി ഒന്ന് കാണിച്ചു കൊടുക്ക. അല്ല, കാണിച്ചുമ്പോ മുഴുവൻ കാണിച്ചണ്ടേ, അതല്ലേ അതിന്റെ ന്യായം അല്ലേ? അല്ല ജിദ്ദ അതേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചാ ഇതത് പെണ്ണുങ്ങൾ ഇടുന്നേ, അത് ഞങ്ങൾക്കൊക്കെ അറിയാം. അതിനിപ്പോ എന്റെ സഹായം എന്തിനാ എങ്ങായി? അത് പെണ്ണുങ്ങൾ പോയി ഇടുക എന്തേലും ചെയ്തിട്ട് അന്നൊക്കെ വെച്ചിട്ട് പ്രൊമോഷൻ ചെയ്ത ആ കടയുടെ ഒരു ദാരിദ്ര്യം ആലോചിച്ച് നോക്കണേ ഞാൻ. എന്നിട്ടോ പറ, നല്ല ട്രെൻഡിങ്ങിന്റെ കളേഴ്സ് ഉണ്ട്, ഇവിടെ വന്ന് എടുത്തോളൂ എന്ന്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ റോട്ടിൽ കൂടെ പൊന്തിച്ചിട്ടാണല്ലോ നടക്കുക. നാട്ടുകാരെ ട്രെൻഡിങ്ങിന്റെ കളറാണ് ഞാൻ ഇട്ടിക്കണേ അറിയാന് അല്ലെ? ഇവനെ ഒരു ഡൈറ്റുള്ള ഒരു ചുരിദാർ ഇടും, അതിന്റെ ഇടയിൽ 2 ചിരട്ടിയും വെക്കും. എന്നാ പിന്നെ ഓനിക്ക് ഏത് നട്ടപ്പായിലാക്കും, ഏത് പെണ്ണിനെ വേണേലും കെട്ടിപ്പിടിക്കാം. കാരണം പെണ്ണല്ലേ, പെണ്ണാവാൻ ശ്രമിക്കുന്നവനല്ലേ. അതാ വേണമെങ്കിൽ കണ്ടോ. ആർക്ക് തമാശ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ചങ്ങായി. അടച്ചോനെ, ഇനിയിപ്പോ ഇത് എങ്ങനെ പൗസ ഒഴിവാക്കുക? ഇതിപ്പോ എവിടെ തുട പടക്കാണ്. കണ്ടളിങ്ങളെ ഇതാണ് അവസ്ഥ. ഈ ചിരട്ട വെച്ചവനാണ് ഇപ്പൊ ആ പരസ്യം ചെയ്തത്, മനസ്സിലായില്ലേ? എന്താ പിന്നെ പറ, 2025 ഒരു പുരോഗമനമല്ലാത്തൊരു ചങ്ങായിയാണ് ഈ ചങ്ങായി. വല്ലാത്തൊരു ടെക്നോളജിനെ ചങ്ങായി യൂസ് ചെയ്യുന്നത്, വല്ലാത്തൊരു ടെക്നോളജി കേട്ടോക്കാം. ടെക്നോളജിയാ ഓൻ പറയണേ, സേവ് ചെയ്താലോ, അല്ലെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് ഇഷ്ടം തടിയാണ് എന്ന്. ആ മോനല്ല ലേസറും മറ്റേ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടില്ല 4 രോമവും കളഞ്ഞിട്ട് ഞാൻ പെണ്ണാന്നും പറഞ്ഞ് നടക്കുന്നത്. ഇതിനൊക്കെ മെയിൻ പ്രശ്നം എന്താ അറിയോ? കുറച്ച് മഞ്ഞ യൂട്യൂബ് ചാനലേഴ്സ് ഉണ്ട്. എന്തിനാ ഇവനൊന്നും പിരികേറ്റി വിടാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോ എനിക്കുണ്ടല്ലോ പെരുന്നാൾ വന്നാ പൊലിവാ. ഇപ്പൊ എന്നോട് ഒരുത്തൻ പറയണേ, ജാസിനെ കാണാൻ ഇന്ന് ദേവിയെ പോലെ ഉണ്ടെന്ന്. അപ്പൊ താങ്ക് യു. ഓന്റെ ആ കയ്യിന്റെ ഒക്കെ മോൾക്ക് നോക്കിയാൽ അറിയാം ഓന്റെ പ്രായത്തിന്റെ കണക്ക് എത്രയെന്നുള്ളത്. 2-3 കൊല്ലം കഴിഞ്ഞ പെൻഷൻ വാങ്ങേണ്ട ചെങ്ങയ്യാണ് ഇപ്പോഴും ഈ ചുരിദാറും മൈലാഞ്ചിട്ട് നടക്കുന്നത്. ഇതൊന്നും കേട്ടോക്കാണ്, ഞാൻ നുണയല്ല പറയണത്. കാലിക്കറ്റോ? കാലിക്കറ്റല്ലേ? ജാസിന്ന് കാണാൻ ദേവിയല്ല, മൂദേവിയാ. ഇവനക്കൊക്കെ എന്ത് ദേവിയില്ലേ? ഇവന്റെ ഒക്കെ കണക്കില് ദേവി ഇതാണ്, മനസ്സിലായില്ലേ? എടാ ചെങ്ങായിജി ദേവിനെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നീ കണ്ടിട്ടില്ലെങ്കിൽ ആ മൂദേവിയെങ്കിലും ഒന്ന് കാണുന്നുണ്ട്, മനസ്സിലായോ? അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ ദേവി ഏതാ മൂദേവി ഏതാണ്. ഇവന്റെ പിന്നാലെ ഈ മൈക്കും പിടിച്ചിട്ട് നടക്ക ഇവരെ പണി. ഇനി വേറൊരു കാര്യം കേൾക്കണോ?
ഇവന് മറ്റേ സിനിമ കാണാൻ വെയിക്കാണ്. എന്നിട്ട് ആ തിയേറ്ററിൽ പോയിട്ട് ഇവനോട് എന്താ ഓന്റെ ഒക്കെ ഒരു മറ്റേ ഇൽമ നോക്കണം നിങ്ങള്. തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയിട്ട് ഹായ് ജാസിത്ത അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒന്നും മുട്ടിട്ടില്ല, മുഴുവൻ പൊരിപ്പിച്ചു വിട്ടിക്കണം. സിനിമാ തിയേറ്ററും കൂടി അല്ലേ, കുറച്ചും കൂടി റീച്ച് കിട്ടിച്ചിട്ട് അതൊക്കെ. ഹായ് ജാസിത്ത അസ്സലാമലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി അസ്സലാമലൈക്കും കൊറ്റന്താടി. കേട്ടില്ല ഞങ്ങള് സലാഹൊക്കെ പറഞ്ഞ് ഓനത് ഭംഗിയായി മടക്കി എന്നിട്ട് സിനിമയുടെ റിവ്യൂ പറയണത്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇതിനെ എതിർക്കണേ. കാരണം ഇവ ലോക ഫ്രോഡാണ്, കള്ളനാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ള മെയിൻ റീസണാ. ഇതിനിടക്ക് തന്നെ ഒരു അട്ട കടിച്ചു, കണ്ടുകൊണ്ടോ നിങ്ങളെ? ഞാൻ കാണിച്ചു തരാം. വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ ചെങ്ങായി? അട്ടനൊക്കെ പേടിയില്ല, ഇത്രയും കാലം ജീവിച്ചില്ലേ. ആ കാലിന്റെ ഒക്കെ കോലൊന്നും നോക്കാം. ചുളിഞ്ഞൊരു ഭാഗത്തേക്ക് അയക്കണു. ഈ മുഖത്തിടണ പൊട്ടിപ്പോ ഈ മൂട്ടിലും കാലിമൊന്നും ഇട്ടിടക്കല് ഇടക്കൂലല്ലോ. അതുകൊണ്ട് അതൊക്കെ ചുളിഞ്ഞു തന്നെ അവിടെ ഇരിക്കട്ടെ. അട്ട കടിച്ചിക്ക. അയ്യോ അയ്യോ എനിക്ക് പേടി അട്ടനെ പറയണേ. അപ്പൊ മറ്റോടെ അപ്പുറത്തുനിന്ന് വിരിയായിട്ടാണ് ജാസിയുടെ ബ്ലഡിന് ഭയങ്കര ടേസ്റ്റ് ആണെന്ന്. ഞാൻ ആ അട്ടനെ കണ്ടിന്ന് പിന്നീട് ആ കുളത്തിന്റെ അധികം കൊണിഞ്ഞും കൊണ്ട് കിടക്കുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചപ്പോഴാണ് ജാസിയുടെ ചോര കുടിച്ചിരിക്കുകയാണത്. അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ അത്ര അട്ടന്റെ കൊണിഞ്ഞും കൊണ്ട് ഇങ്ങനെ നടക്കണം അതിയാന്. ബാക്കിയുള്ള അട്ടകളൊക്കെ കിളി പോയിരിക്കുക. എന്താ ഇപ്പൊ ഈ അട്ടൊക്കെ പറ്റിയിരിക്കണ വെച്ചിട്ട് സംഭവം ഇതാണെന്നുള്ളത് ഇപ്പൊ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? അതാ അവസ്ഥ. ഇന്നലെ കോയമ്പത്തൂർക്ക് പോകുന്ന സമയത്തുണ്ട് റോഡരികിലുണ്ട് മറ്റേ മാങ്ങ വെക്കുന്ന ഒരാള്. അപ്പോൾ മാങ്ങയുടെ സീസണൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വാങ്ങാറുണ്ട്. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടി സൈഡാക്കിയിട്ട് പറഞ്ഞു സീസണൊന്നും അല്ലല്ലോ, അപ്പോൾ മാങ്ങ നല്ലതായിരിക്കും വെച്ചു. നല്ല മാങ്ങയാണ്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വാങ്ങിക്കോളിന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരെണ്ണം ഒന്ന് മുറിച്ച് തരും, എന്താ അതിൻ്റെ അവസ്ഥ നോക്കട്ടെ. ഒരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞു. അല്ല പ്രശ്നമൊക്കെ അവിടെ കട്ടെ, ഞങ്ങളത് മുറിച്ചെന്ന് പറഞ്ഞു. മുറിച്ചതേ ഓർമ്മയുള്ളൂ. ഇതാ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു. തുള്ളി ചാടിച്ച് അപ്പൊ ഈ ചങ്ങായിൻ്റെ ഓർമ്മ വന്നു. ആലാക്കിന്റെ ഒരു പീവുണ്ടായിരുന്നു ഇങ്ങനെ വരുന്നു, ഇതേമാതിരി തുള്ളി ചാടിയിട്ട്. ഇവന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്കിങ് കൊണ്ട് ഇറങ്ങും, ജാസിയെ കുളിച്ചോ തൂറിയോ പാത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഓൻ പറയാം കുളിച്ചു, ഇന്ന് വെജിറ്റബിൾ കഴിച്ചു എന്നൊക്കെ. ഇതാ കണ്ടോക്കാണി. വെജിറ്റബിൾ കഴിച്ചു വെച്ചപ്പോ ചിക്കൻ തന്നില്ലേ എന്ന്. ഒക്കെ ആക്കിയിട്ടില്ല ചോദ്യമാണെന്നുള്ളത് ചോറൊന്നും ഓനക്ക് ഓനാണെങ്കിൽ വെജിറ്റബിളാന്ന് എടുത്ത് പറയുകയും ചെയ്തിരിക്കണം. ആലോചിച്ച് നോക്കണം നിങ്ങള്, എന്തൊക്കെ ഇവർക്ക് അറിയേണ്ടത്. ഇവനോട് കാണുമ്പോഴത്തിന് ഇനി ഇല്ലാത്ത ചോദ്യമൊന്നുമില്ല. ഇവനും മറ്റവനും പാടെ നടന്നു വരുമ്പോ ഒരുത്തും ചോദിച്ച ജാസി ഇനി അടുത്ത ബിഗ് ബോസിൽ കപ്പിൾ നിങ്ങൾ ആകണമെന്ന് ആഗ്രഹമുണ്ടോന്ന്. അപ്പൊ അവൻ പറയാ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആശി കയറൂലാന്ന്, അല്ലാതെ വില കയറ്റൂലെന്നല്ല പറയുന്നത്. ഇവൻ എന്തൊക്കെ പറഞ്ഞാൽ നിന്ന് പറയും, ആ ബിഗ് ബോക്സിലൊന്ന് കയറാൻ വേണ്ടിയിട്ട് സകലമായ കൂതറ പരിപാടി ചെയ്തു നോക്കി, അവസാനം അവിടെയും കയറ്റിയില്ല. ഇവന്റെ ചില എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ, രാത്രിയിലൊക്കെ ഉണ്ടല്ലോ, ഒറ്റക്ക് റൂമിലൊന്ന് പ്ലേ ചെയ്തൊക്കെ കൊണ്ടു പേടിച്ചാണ് തൂറുന്നത്. അജാതി എക്സ്പ്രഷനൊക്കെയാണ് അതൊക്കെ. ഇതാണ് ഇടക്കും ആണാകുകയാണ്, ഓട്ടോമാറ്റിക്കലി നാണാകുകയാണ് എന്നുള്ളത്. അപ്പൊ ആ രൂപമാറ്റം കാണുമ്പോ മനുഷ്യർക്ക് പേടിയാവും. ഇതൊന്നും നോക്കാൻ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ആശി കയറൂല, അല്ലാതെ കയറ്റായിട്ടൊന്നല്ല, ആശി കയറൂല. ഓനിക്ക് താല്പര്യം ഉണ്ട് ഇത്ര. അപ്പൊ ആശി കയറാത്തോണ്ടാ ഓൻ കയറാന്ന്. ആശിന്റെ ഇഷ്ടല്ലേ വലുത്. ആശി വയറ് കാണിക്കണ്ടായിരുന്നോ പിന്നെ വയറ് കാണിക്കൂല. അറിയില്ല, എനിക്ക് ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിരുന്നു ആശിക്ക് ഈ വയറ് കാണിക്കുന്നൊന്നും ഇഷ്ടമല്ല. ആശിക്ക് വയറും ഓർഡറും അതാ. അത് കാണുന്നത് വയറല്ല കേട്ടോ, അത് വയറല്ല, അത് കാലാണ്. ആ കാണുന്നത് കാലാ. അങ്ങനെ വിചാരിച്ചണം നിങ്ങള്. കാരണം പറഞ്ഞതാണ് ഒരിക്കലും വയറ് കാണിച്ചിട്ടുള്ളത്
മറ്റേ ആഷിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. അതുപോലെ ഇതിനിടക്ക് ഇപ്പം പറഞ്ഞിരുന്നു, എന്താ അറിയോ, ബോളിവുഡിലേക്ക് എന്നെ കൊണ്ടുപോയാലും ശരി നഗ്നതാ പ്രദർശനം ഞാൻ നടത്തില്ല, അത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ ആർക്കാ ഇവന്റെ നഗ്നത? ഇവൻ ഈ ചുരിദാറിട്ടത് പെണ്ണാണെന്ന് പറഞ്ഞിട്ടുള്ള മാതിരിയാണ് നഗ്നത. നഗ്നതയാണെന്നുണ്ടെങ്കിൽ ജാണായിട്ട് തന്നെ കൂട്ടുള്ളൂ. അവൻ്റെ ഒരു നഗ്നത ഇപ്പം ഇങ്ങോട്ട് സ്വയം വിചാരിക്കണേ, ഞാൻ ഇപ്പൊ മിയ ഖലീഫയുടെ സണ്ണി ലിയോന്റെ ഒക്കെ അത്ര എത്തിയിരിക്കണു എന്നുള്ളത്. നഗ്നതാ പ്രദർശനം എനിക്ക് പറ്റില്ല. വല്ലാത്തൊരു ജാതിനെ ചങ്ങായിച്ച് പറയാൻ തന്നെ വെച്ച് മടിയാവണു. വല്ലാത്തൊരു തൊലിക്കട്ടിന്റെ ചങ്ങായി എൻ്റെ തൊലിക്കട്ടി. കാണ്ടാമൃഗം മറ്റേ തോറ്റുപോകും. അജാതി തൊലിക്കട്ടി തന്നെ. ഇച്ചിത് പറയാൻ പോലും മടിയാവുള്ളൂ. എങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു പിടുത്തമല്ല കേട്ടോ. ഇപ്പം അടുത്ത് ഏതോ ഒരു കോളനിയിലോ എവിടെയെന്ന് തോന്നുന്നുണ്ട് മറ്റേ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുത്തുകൊണ്ടു ഇപ്പം എനിക്ക്. എന്നിട്ട് അവിടെ അല്ല താത്താക്ക് വല്ലാത്തൊരു ആഗ്രഹം. ആ മൈക്കിൽ കൂടെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ അതിന്റെ മുഴുവൻ ക്ലിപ്പിടാഞ്ഞിട്ടാ. അതിന്റെ താത്താടെ വലിയൊരാഗ്രഹമായിരുന്നു ജാസിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനാണ്. ഇതാ കണ്ടോ, കണ്ടില്ലേ ഞങ്ങള്? താത്താക്ക് അജ്ജി ചെയ്ത സന്തോഷം. അപ്പൊ ഓന്റെ പിന്നാലെ നിന്ന് ഫോട്ടോ എടുത്തപ്പോ ഓൻ താത്താടെ അരക്കട്ട് കൂടെ കജ്ജി പിടിച്ചിക്കണു, താത്ത ഓന്റെ തോള് കൂടെ കജ്ജി പിടിച്ചിക്കണു. ഇതൊക്കെ പറഞ്ഞാ കുറ്റം. ഇവങ്ങോട്ട് കേറിയിട്ട് ഇന്റർവ്യൂലൊക്കെ പറയും ഏതാ എന്റെ ഒക്കെ ഒറിജിനലാണെന്ന്. പോന ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊക്കെ നിങ്ങൾ കണ്ടാലല്ലേ, എന്താ പെണ്ണിനും കൂടി ഇല്ല അങ്ങനെ. എന്നാലോ ഇവൻ അറിയാതെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യും. അതിൽ സകല ഈ നുണ പറഞ്ഞിട്ട് മണിക്കൂർ ആണീന്റെ മുന്നേ തന്നെ ഓൻ തന്നെ ഇത് പൊളിക്കണി. അതാ മെയിൻ പ്രശ്നം കേട്ടോ. ഇതാ നോക്കി കണ്ടോ, നിങ്ങൾ നോക്കാം. ഇതിലൊക്കെ എനിക്ക് നല്ലല്ലേ അല്ലേ? ഞാനൊന്നും പറയുന്നില്ല. നേരത്തെ ഒരു മഞ്ഞ ചുരിദാറിട്ട് നിന്നിന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ നോക്കാം, അത് കഴിഞ്ഞിട്ട് ഇട്ട ഫോട്ടോ ആണ് ഈ ഫോട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ പറയണത് കുഴപ്പം അല്ലെ ഈ ട്രോൾ ചെയ്യുന്ന ഒരു കുഴപ്പം? ഓൻ പറയുന്നതാണ് സത്യമാണ്. ഒപ്പം രാത്രിയാന്ന് പറഞ്ഞാൽ നമ്മളാണ് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഓൻ ഓടും ഹൈക്കോടതി. ഒരു പുതിയ പടം ഇറങ്ങിക്കണല്ലോ മറ്റേ നെസ്ലിന്റെയും മറ്റേ ഇവളുടെയൊക്കെ എന്താ ഇതിന്റെ പേരതാ, ഇതിൽ ഇവള് ചന്ദ്ര എന്നുള്ള കഥാപാത്രം ചെയ്തു. ഈ പടം കണ്ടു വന്നേക്ക് ഇതാ ഇവൻ നേരെ ചന്ദ്രനായി. ഇവിടെ നോക്കത് വെറും ചന്ദ്രൻ തന്നെ. എന്നാൽ എന്നോട് പറയാം ഇത് ചന്ദ്രല്ല, ഇത് ചന്ദ്രനാ. ചന്ദ്രേട്ടനാണിത്. ഈ ജാതി വൂള പരിപാടി കൊണ്ട് നടക്കുമ്പോഴേ നല്ലോണം പറയും ജാസി. കാരണം എന്താ അറിയോ, ഇത് കണ്ടിട്ട് പിരാന്ത് വരികയാണ്. ബോളിവുഡ് പോയി നഗ്നതാ പ്രദർശനം നടത്തൂല. അതിനാരാ അവിടെ മുട്ടി നിൽക്കണത്? ഈ ഒറിജിനൽ സാധനം ഉണ്ടാകും ആരെങ്കിലും ഈ കുന്നംകുളം വാങ്ങിയിട്ട് അത് തേച്ച് മിനിക്ക് നടക്കൂ. ഇജ്ജ് സ്വയം വിചാരിക്കാണ് അജ്ജ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇജ്ജാണെങ്കിലോ പച്ച നുണ പറയും ചെയ്യും, 10 മിനിറ്റ് തയ്ക്കുന്നതിന് മുന്നേ അത് പൊളിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇജ്ജ് മറ്റേ അന്നോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഇജ്ജ് ഇങ്ങനത്തെ നുണകൾ പടച്ചു വിടുമ്പോ അതിനെതിരെ പ്രതികരിക്കുക ചെയ്യും കേട്ടോ. എന്നാ പോട്ടെ, ആ അട്ടയുടെ കാര്യം തീരുമാനമായിക്കണമെന്നാ പറയണത്. ആ അട്ട അധികം നടക്കുന്നത് ഇത്രയും കൊണ്ടിങ്ങോണ്ട്. സമാധാനമായില്ലേ എനക്ക്?